മതസൗഹാർദ്ദ ഊക്ക് പാർട്ട് 7 എല്ലാവർക്കും സ്വാഗതം. സത്യം ശിവന് ഈ ഉദിക്കുന്ന സൂര്യന് കത്തിച്ചെളി അത്ര ശക്തിയുള്ള ശിവനാണ് കൈലാസത്തുള്ള കൈലാസം. നിങ്ങൾക്കറിയാം എൻ്റെ ഫേവറേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം സീരീസും അതുപോലെ തന്നെ മതസൗഹാർദ്ദ ഊക്ക് സീരീസുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സമാധിയായ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. 3 പേർക്കുള്ള ഊക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയുമോ, എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല. ഞങ്ങളൊന്ന് ചിരിക്കട്ടടാ. എന്റെ അനുജൻ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല. അയ്യോ കോമഡി. മുസ്ലിം ലീഗിന്റെ കൊടി നിലത്ത് വീണപ്പോൾ നിനക്ക് ഭ്രാന്ത. എന്റെ കൽബ് പൊട്ടി, ഞാൻ പൊട്ടി കരഞ്ഞു. അങ്ങനെ പൊട്ടി അതങ്ങോട്ട് അടിച്ചു പോരുന്നെങ്കിൽ ആ സൂക്കേടിന് ഒരു കുറവ് കിട്ടിയാണ്. ഇങ്ങനെ കുറെ മരപ്പഴുകൾ. സ്വന്തം വാപ്പ ചത്തപ്പോ കരഞ്ഞില്ലെന്ന്, പിന്നെ നീ എന്തിനോടാ കരയുന്നേ? ശരി, ചിലപ്പോൾ മനസ്സിന് നല്ല ബലമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ പറഞ്ഞത് കേട്ടോ. മുസ്ലിം ലീഗിന്റെ കൊടി നിലത്ത് വീണപ്പോൾ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഇന്ത്യ തോറ്റു പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പാകിസ്ഥാന്റെ കൊടി കുത്തിയ ആൾക്കാർ വരെ ഉണ്ട്. ഒന്ന് ആലോചിക്കണം അവരുടെ തലയ്ക്കകത്തുള്ള മൂള എന്താണെന്ന്. ദൈവമായ കർത്താവേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വായികളെ അച്ഛോ, അൽത്താരയിൽ നിന്ന് ഒരച്ഛൻ കാണിച്ചതാണ്ടോ? എങ്ങനെയുണ്ട്? പരിശുദ്ധമായ സ്ഥലമാണ് പള്ളിയിൽ അൽത്താര എന്ന് പറയുന്നത്. അവിടെ വെച്ച് അച്ഛൻ കാണിക്കുന്ന കാട്ടായങ്ങളാണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടില്ലേ എറണാകുളത്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ. ഇത് കാണുന്ന കർത്താവിന്റെ അവസ്ഥ എന്നാലോണം. എല്ലാം കർത്താവിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസം അല്ലേ കർത്താവേ? ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന struggles only Muslim women understand. ഒരു മുസ്ലിം സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ചാണ് ആ മുസ്ലിം സ്ത്രീ പറയുന്നത്. Took away one of my sandals here. Do sunglasses and veil even work? Is the hat helping you at all? Keeps me from looking at the sun, but it's a hijabi struggle. Don't wear a bun. Mark the word. It's a hijabi struggle. അതായത് സ്ട്രഗിൾ ആണെന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തൊപ്പി എന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് വെച്ചാൽ മാത്രമേ എനിക്കത് സ്ട്രഗിൾ ആവത്തുള്ളൂ? ഞാനത് എൻ്റെ ഇഷ്ടപ്രകാരം വെക്കുന്നതാണ്. ഈ കണ്ണടയൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വെക്കുന്നതാണ്. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോടും ഇല്ല അത് കാരണം. അപ്പം നിങ്ങൾ തന്നെ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് ഇതൊക്കെ ഭയങ്കര സ്ട്രഗിളാണ്, അയ്യോ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. It's a hijabi struggle. Don't wear a bun when you need to wear a hat. ഞങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നില്ലേ? ക്യാമറ ഓൺ ചെയ്തിട്ടാ. Eating in a veil at the beach ain't easy, so I use a tent. I have full privacy. സ്വയം ബുദ്ധിമുട്ട് മൊത്തം വരുത്തി വെച്ചിട്ട് അതൊരു സ്ട്രഗിൾ ആണെന്ന് പറയുന്നത് എന്തൊരു ഉളത്തരാണ്. Do this if you're a veiled woman. Them baby hairs sticking out even at the beach. ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നേ? നിങ്ങളുടെ വിശ്വാസമല്ലേ ഇതൊക്കെ? അത് ബുദ്ധിമുട്ടാന്ന് പറയുന്നു വീഡിയോ എടുത്തിട്ട്. വീഡിയോ ഒക്കെ എടുക്കാവോ ഈ കണ്ണടയൊക്കെ വെച്ച്? ഫോട്ടോ എടുക്കാൻ പാടില്ല, ഹറാമാണ്. എല്ലാവരും കേട്ട് കാണും ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന്. പിന്നീട് ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുള്ള സമ്പ്രദായം വന്നു. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആള് ഫോട്ടോ വെക്കണമെന്ന് വന്നു. അപ്പൊ ഈ ഹറാം ഓട്ടോമാറ്റിക്കലായിട്ട് ഹലാലായി. എങ്ങനെ ഇരിക്കണ്? അന്ന് യുവമാർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടോ? ഇല്ല. പക്ഷെ യുവമാര് ചിന്തിക്കുമോ? ഇല്ല. കാരണം യുവമാര് പഠിക്കുന്നത് സ്കൂളിലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം യുവമാര് ചിന്തിക്കത്തില്ല. കാരണം ചിന്തിക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി. സ്വാമി ആ മരുന്നും കൊണ്ട് വരികയാണ്. മൃതസഞ്ജീവനി മരുന്നുമായിട്ട് സ്വാമി മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വീടല്ലേ? ഇതാണ് മൃതസഞ്ജീവനി. ഇതാണല്ലേ? ഇതാണ്. ഇത് കഴിച്ചു അങ്ങനെ കിട്ടില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. ആള് ജാവാറായി. ഞാൻ ഋഷിമാരെല്ലാം ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് മൃതസഞ്ജീവനി മരുന്നാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മരിക്കില്ല എന്നാണ് വിശ്വാസം അല്ലേ? അത്രയും വലിയ തീവ്രമായിട്ടുള്ള പവറുള്ള മൃതസഞ്ജീവനി മരുന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ മരുന്ന് കഴിക്കുന്ന അപൂർവ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ കേട്ടോ, അപ്പോൾ നാളെ കക്കൂസി കാണാം. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെള്ളത്തിനകത്ത് തുപ്പുന്ന സംഭവമാണ് കണ്ടതെങ്കിൽ ഇപ്പം ഈത്തപ്പഴം എടുത്തിട്ട് ഈത്തപ്പഴത്തിന് ബ്ലോ ജോബ് ചെയ്ത് കൊടുത്തിട്ടു. ഇതൊക്കെ വാങ്ങി തിന്നാനും കുറെ മണ്ണന്മാര്. എൻ്റെ പൊന്നടാവേ, കൊറോണ കാലത്ത് നല്ലപോലെ വ്യാപകമാക്കേണ്ടതായിരുന്നു. അയാൾ വായി വെച്ച സാധനം എടുത്തിട്ട് ഒരു മടിയില്ലാണ്ട് തിന്ന നെവ്മാരൊക്കെ എന്നതാ പറയുന്നത്. ഞങ്ങളുടെ മോനെ ആത്മഹത്യാ പ്രേരണയിലാണ്. ഇനി ഒരു മന്ത്രത്തിനും രക്ഷയില്ല, അതുകൊണ്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നും ടീച്ചറെ മന്ത്രവാദി പറഞ്ഞു. ഇനി ഒന്നും രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു. കൃപാസനം പത്രം എടുക്കുകയും
ആ പത്രം എടുത്തിട്ട് വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്കറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കൃപാസനം പത്രത്തിന്റെ ഒരല്പം ഭാഗമെങ്കിലും അവന് ഞങ്ങൾ വെള്ളത്തിനകത്തോ കഞ്ഞിയിലോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവർ പറയുകയാണ്, പൂച്ച കടിച്ചു കീറുന്ന പോലെ ഞാൻ ആ കൃപാസനം പത്രത്തിന്റെ വലിച്ചു പറിച്ച് അവന് തേങ്ങ ചമ്മന്തി അരച്ചിട്ട് അവരെ കഞ്ഞി കൊടുത്ത് ഇച്ചിരി കുടിച്ചിട്ടാൻ പറഞ്ഞു വേണ്ടെന്നും. ഇവർക്ക് ആകെ സങ്കടമായി, എങ്ങനെയായാലും ചമ്മന്തി അവന് വയറ്റി ചെല്ലണം. പറഞ്ഞു അമ്മ വിശക്കുന്ന കപ്പ വിഴുങ്ങാൻ ഭയങ്കര സന്തോഷത്തോടെ കപ്പ വിഴുങ്ങിട്ട് മോനെ നല്ല ചമ്മന്തി കൂട്ടി തിന്നോന്ന് പറഞ്ഞു. പത്രം അരച്ച് ചമ്മന്തി വെച്ച് കൊടുത്തേക്കുന്നു മകന്. അവൻ ആ ചമ്മന്തി മുഴുവൻ അകത്താക്കി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവൻ കക്കൂസിൽ പോയിരുന്നു അരമണിക്കൂർ ഓർല്ലേ. എന്തോന്നടേ ഇവിടെ നടക്കുന്നത്. ഇനി ഇതിപ്പോ എഡിറ്റഡ് ആണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നടന്ന സംഭവങ്ങളുണ്ടേ. വളരെ ശാന്തനായി, ഒരു കുഴപ്പമില്ലാതെ വളരെ ശാന്തനായി, ഒരു പ്രശ്നമില്ല ടീച്ചറെ, എന്റെ മോൻ പഴയ അവസ്ഥയിൽ ടീച്ചർ അന്ന് കണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണ ട്രെയിനിലും ഫ്ലൈറ്റൊക്കെയാണ് ഈ കാട്ടങ്ങൾ കാണാറുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, കടലിന്റെ അടിയിൽ വരെ അവന്മാര് നിസ്കാരം നടത്താൻ തുടങ്ങി. ഇത് കാണുന്ന കടലിന്റെ അടിയിലെ സ്രാവ്. മാഷാള്ള ഞമ്മക്കുള്ള ഫുഡ് റെഡി. എന്താ ഒരു പവർ അല്ലേ. അവളുടെ ഒന്നും അടുത്ത് ചെല്ലാൻ പോലും ആൾക്കാരൊന്ന് ഭയക്കും. മക്കളെ വളർത്തുമ്പോൾ ഇതുപോലെ വളർത്തണം. ഈ പെൺകുട്ടിയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് നേരുന്നു. കാരണം അല്ലേ, ഇങ്ങനെയല്ല വളർത്തണ്ടേ. ഇത് കാണുമ്പോൾ കൊറോണകളിപ്പോൾ കുരുപൊട്ടി വരും. നീ നരകത്തിലേക്കാ, നീ മറ്റേ തീക്കുണ്ടത്തിൽ വീഴും, അള്ളാ നിന്നോട് കോപിക്കും. സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. പിന്നെ അങ്ങനെ എന്നാൽ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞാൽ പറയും, അയ്യോ എൻ്റെ മോളെ, അയ്യോ കൊന്നു കളഞ്ഞല്ലോ ദ്രോഹികള്. വളർത്തേണ്ട രീതി വളർത്തണേ, ഏറെണ്ണം കെട്ടവന്മാരെ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിരിക്കേണ്ടവരാണ്, സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. പിന്നെ അങ്ങനെ വരും. തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി. ഹായ്, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ. ഞാനിപ്പോ കൊടുങ്ങല്ലൂരാണുള്ളത്. കൊടുങ്ങല്ലൂർ നമ്മുടെ അഷ്റഫുക്കാന്റെ അരികിലാണുള്ളത്. അഷ്റഫുക്കാടെ നാടാണ് കൊടുങ്ങല്ലൂര് അല്ലേ. കൊടുങ്ങല്ലൂരുള്ള ഇക്കാണ് അഷ്റഫുക്ക. ജന്മം മുതലേ, ജനിച്ചട മുതലേ അഷ്റഫുക്കാടെ മുഖം ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, മുഖം കണ്ടില്ലേ. ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്, നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് തന്നതായ നിഅമത്ത്. ഇത് തന്തയില്ലാത്തവരോടാ നീ പറയുന്നത്? നിനക്ക് തന്തയുണ്ടോ? അള്ളാഹു നമുക്ക് തന്നതായ അനുഗ്രഹം നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി. ഒരു വയ്യാത്ത ആളെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് ദൈവം നമ്മൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. ഏത് അത് കേൾക്കുന്ന അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇവനെയൊക്കെയാണോ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് നിങ്ങളൊക്കെ? ഇവനൊക്കെ ആരാ? പൊന്നാര ഉസ്താദേ, പാവം പിടിച്ചൊരു മനുഷ്യനെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് നമുക്ക് പടച്ചോൻ തന്ന നാമത്തുകളും അനുഗ്രഹങ്ങളും. ബൈ മോള് കൺമഷിയൊക്കെ എഴുതിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇക്കച്ചോട് ക്ഷമിക്കണം മക്കളെ. പുള്ളിയുടെ തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി. തലയോട്ടി എടുത്തു മാറ്റി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു. ഡോക്ടർ പറഞ്ഞു എന്നിട്ട് കിടക്കുമ്പം ഞാൻ യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം തലച്ചോറില്ലാത്ത ഒരാൾ കാണിക്കുന്നു നോക്കി. ഡോക്ടർ പറഞ്ഞു. കേൾക്കുന്നവനും തലച്ചോറില്ലേടേ. വലതുവശത്തെ തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്തെ ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് ഞാൻ ശരിയാകും. 3 മാസം കൊണ്ട് ആള് മില്ലിപ്പോവാ. ഡോക്ടേഴ്സിനെ കൊണ്ട് നടക്കാഞ്ഞോണ്ട് കാശ് കൊടുത്ത് പുസ്തകം മേടിച്ച് വായിച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും സംഭവം റെഡിയായി. എന്നാ പിന്നെ എന്തിനാ ഡോക്ടേഴ്സൊക്കെ? സ്വാമി നമശിവായ. ഒരുത്ത മല കയറാൻ പോകുന്നതാണ്. ഫക്ക് ഓഫ്. അത് കാണുന്ന അയ്യപ്പന്റെ അവസ്ഥ എന്നാലോചിക്കും. ഹിന്ദു ആചാരത്തെ Covered up, Pawana whimpers as her mother holds her. 6 വയസ്സുള്ള കുട്ടി ഒരാളെ കിട്ടുന്ന സീനാണ് ഈ കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ. 6 വയസ്സുള്ള കുട്ടി. This is your bride. Please take care of her, says Pawana's father. Of course I will take care of her, replies the man. ഇതിനേക്കാൾ കോമഡി ഇത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. His large hands grab her small frame. Pawana tries to pull away. ഇത് തെറ്റാണ് എന്ന് തോന്നുന്ന ആൾക്കാരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ കാണിക്കുന്ന എന്തെല്ലാം തെറ്റായ കാര്യങ്ങളുണ്ട്? പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? 1-2 എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളൂ. ചേഞ്ച് പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്ന് സഫർ
സഫർ ചെയ്യുന്നുണ്ട്. അതേ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളുകളാണ് എതിർക്കുന്നത്. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എതിർക്കുന്നത്. അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തലാഖിന്റെ കേസ് ആയിക്കോട്ടെ, അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരു നിയമം എന്നുള്ളത് കൊണ്ടുവരാൻ വിടുന്നില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ട് മറച്ചു വെക്കുക. ചെങ്കൽപ്പെട്ട് ജില്ലയിലെ പ്രശസ്തമായ തിരുപ്പൊരൂർ മുരുകൻ ക്ഷേത്രത്തിലാണ് കൗതുകരമായ സംഭവം നടന്നത്. കഴിഞ്ഞ ഒക്ടോബർ 18-നാണ് ദിനേശ് എന്ന വ്യക്തി കുടുംബത്തോടൊപ്പം ദർശനത്തിനായി എത്തിയത്. ആ സമയം കാണിക്ക പണം ഇടാൻ തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള പുതിയ ഐഫോൺ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രഭണ്ഡാരം തുറന്നപ്പോൾ 52 ലക്ഷം രൂപയും 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 7000 ഗ്രാം വെള്ളി ആഭരണങ്ങളും കിട്ടി. അതിനോടൊപ്പം ഈ ഫോണും പുറത്തേക്ക് വന്നു. ക്ഷേത്രാധികാരികൾ ദിനേശനെ ഫോണിൽ വിളിക്കുകയും ഫോൺ തിരിച്ചു നൽകാൻ കഴിയില്ല, പകരം ഈ ഐഫോണിലെ ഡേറ്റ മറ്റേതെങ്കിലും ഫോണിലേക്ക് പകർത്തി നൽകാൻ അനുവദിക്കാമെന്ന് പറയുകയും ചെയ്തു. എന്താ വിവരമില്ലാത്തവന്മാരല്ലേ. ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞത് ക്ഷേത്രത്തിന് എന്തെല്ലാം സംഭാവനകൾ നൽകുന്നു അത് ആ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ്, അത് തിരികെ നൽകാൻ കഴിയുന്നതല്ല. എന്തെങ്കിലും നഷ്ടപരിഹാരം ദിനേശിന് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം എന്ന് മന്ത്രി ശേഖർ ബാബു പറയുന്നുണ്ട്. ഒരാളുടെ ഫോൺ ഐഫോൺ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവര് പറയും അയ്യോ അത് ഞങ്ങളുടെ സംഭാവനയാണെന്ന്. നോക്കിയയുടെ മറ്റേ കുഞ്ഞു ഫോൺ ആയിരുന്നെങ്കിൽ പറയാം എടുത്തോളൂ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. പ്രാന്തന്മാര് വളർന്നുകൊണ്ടിരിക്കുകയെ അടിച്ചു പൂട്ടണം, നമുക്ക് താപത്താ. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തും. ഹൗ ഡു യു വാഷ് യുവർ ഹെയർ വെൻ യു കാൻ ടേക്ക് ഓഫ് ഹിജാബ്? ഹിജാബ് എടുക്കാൻ പറ്റാത്ത ടൈമിൽ എങ്ങനെ കുളിക്കുമെന്നാണ് ആ പെണ്ണ് കാണിച്ചിരുന്നത്. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കുളിമുറിയിൽ പോയി ക്യാമറ വെച്ചിട്ട് കൊള്ളാം മോളെ. പരലോകത്തില് നിനക്ക് നല്ലൊരു ദുനിയ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദുനിയ എന്ന് വെച്ചാൽ എന്തുവാ, എനിക്ക് ഈ വാക്കുകളൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ റീൽസിലൊക്കെയാണ് ഇങ്ങനെ സാന്താക്ലോസിൻ്റെ ഡ്രസ്സും ധരിച്ച് ക്രിസ്മസിന് ഒരു വെറൈറ്റിക്ക് ക്രിസ്മസ് അപ്പോൾ ഡ്രസ്സും ധരിച്ച് സൊമാറ്റോ ഡെലിവറി ചെയ്ത് ചെറുക്കനെ പിടിച്ച് ഡ്രസ്സ് ഉരപ്പിച്ച് ഹിന്ദുത്വയുടെ ടീം. നോർത്തിലാണ് സംഭവം, കേരളത്തിൽ നടക്കത്തില്ല, പക്ഷെ നോർത്തിൽ അവന്മാരെ കൊണ്ട് ഊരിപ്പിച്ചു. ജയ് ശ്രീറാം. കേരളത്തിൽ ഈ പണി നടക്കും. തലയോട്ടി ഫ്രീസറിൽ വെച്ചിരിക്കും. പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ? ഈ പൈസ അയക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു കേട്ടോ. തരാവേ. പൈസ തന്നവർ, ആട് തന്നവർ, ഇറച്ചി തരുന്നവർ, ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ എന്നെ സഹായിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ നിയത്ത് വെച്ചിരണം. കാരണം നിങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിട്ട് അവർ എന്നെ സഹായിക്കുന്നത്. ഇവൻ പൊട്ടനാണ് എന്ന് ഏതൊരു മുസ്ലിം സ്ത്രീ കമന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. പൊട്ടനാണെങ്കിൽ ഇവനെ വിളിച്ച് സ്റ്റേജ് ഇരുത്തി മൈക്ക് കൊടുക്കുന്നമാരൊക്കെ പൊട്ടന്മാരല്ലേ. വൈഫിന്റെ അമ്പലം 70-95 ഇപ്പം തന്നെ വിളിച്ചു. അവൾ ഓഫീസിൽ വെളിയിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ കോൾ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ വിളിച്ചു പറഞ്ഞു. പ്രത്യേകം നിങ്ങളുടെ പേരും സ്ഥലവും പേരും നിങ്ങളുടെ ജില്ലയും പറഞ്ഞ് ദുആ ചെയ്യും. ഉറപ്പാണ്. ഇന്ന് ഞാൻ ദുആ ചെയ്യും. 37 പേരുടെ പേര് ഞാൻ പറഞ്ഞ് ദുആ ചെയ്യും. അപ്പൊ ആ ദുആ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഷാല്ലാഹ് ഇന്ന് തന്നെ വിളിച്ച. ഇവന്റെ ഈ മണ്ടത്തരങ്ങൾ കേട്ടിട്ട് ഇവന് പൈസ കൊടുക്കുകയും കാറ് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് എന്തൊരു മണ്ടന്മാരാണെന്ന് ഞാൻ ആലോചിക്കും, അതും കേരളത്തിൽ. തലച്ചോറ് മൊത്തം ചതഞ്ഞു. السلام عليكم ورحمة الله وبركاته. بسم الله ولجنا وبسم الله خرجنا وعلى ربنا توكلنا. لا لا مام. അങ്ങനെ പാടും. غفرانك الحمد لله الذي أذهب عني العذاب. 24 മണിക്കൂറും ആള് പ്രവർത്തിച്ചോണ്ടിരുന്ന കേട്ടോ. سبحان الله. بسم الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صبر صبر. سبحان الله. أستغفر الله وأتوب إليه. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. മോള് നല്ല ഭക്തിയുള്ള വീട്ടിലെ കൊച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞമ്മന്റെ മോള് മുഖം മറയ്ക്കാൻ മറന്നുപോയാ? തട്ടം നോക്കിയേ, നീയൊക്കെ ഞങ്ങൾ അടിമയെന്ന് അറിയാൻ പാടി താത്തടി. നിനക്ക് ഫ്രീഡം ഇല്ലെങ്കിൽ മണ്ണാൻ കിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ അനുസരിക്കണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരോടും പറയണം ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിലാണ്. ഹിന്ദു ആചാരത്തെ ിലേക്ക് വെള്ളം കയറുകയും കാറ് ലീക്ക് ആവുകയും ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കാർ 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ മാതാവിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് ഞങ്ങൾക്ക് വേറൊരു കാറ് വേണം, ഞങ്ങൾക്ക് പൈസ ഇല്ലാന്ന്. പക്ഷെ മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റ് നമുക്ക് തരുമല്ലോ.
ചേച്ചി തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. ഞങ്ങൾക്ക് അത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയുമില്ല. സിൽവർ ഗ്രേ കളറാണ് ആ കാറിന്റെ. ഞങ്ങൾ ആ കാറിന് അവർ ലേഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാളെ ഇൻകം ടാക്സ് വീട്ടിൽ വരും, അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഇതെങ്ങനെ കിട്ടിയെന്ന്. അപ്പൊ അവര് കണ്ടുപിടിച്ചോളൂ. അതും മാതാവിന്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. വിവരക്കേട് വിളിച്ചു പറയുക അങ്ങോട്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മെഴ്സിഡീസ് ബെൻസ് കിട്ടിയെന്ന്. എന്താ പാവപ്പെട്ടവര് കേട്ട് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാര്. അച്ഛൻ ക്ഷേത്രത്തിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. അച്ഛനൊക്കെ ഒന്ന് തള്ളി സിമന്റിനകത്ത് മൂടി എന്നിട്ട് പറയാം അച്ഛൻ സമാധിയായെന്ന്. മരിക്കാൻ പോണ അച്ഛൻ BP-ക്കുള്ള മരുന്ന് കഴിക്കാനും മറന്നില്ല. BP-ക്കുള്ള ഗുളികയും കഴിച്ചു, ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. എന്താന്നടാ ഇവിടെ നടക്കുന്നേ? എല്ലാം ശിവമയം. പറയുമയം. അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി നിന്നൊക്കെ അതിന്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ട്. ഇത് കേരളം തന്നെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ആളെ കൊന്ന് തള്ളിയിട്ട് സിമെന്റ് ഇട്ട് മൂടിയിട്ട് പറയുവാണ് എല്ലാം ശിവമയം. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തി പത്മാസനത്തിൽ ആ പീഠത്തിൽ അച്ഛനിരുന്നു. പ്രാണായാമം, മുന്നാധാരം, പിന്നാധാരം, മൂലാധാരം, അങ്ങനെ വേണ്ടുന്ന എല്ലാ ആധാരത്തിലും അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു. അതിനുശേഷം പാനിപൂരി, ബേൽപൂരി, മസാലപൂരി എന്നീ യോഗാചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ചടങ്ങുകളും തീർത്ത ശേഷം അച്ഛന്റെ പ്രാണനെ ഉണർത്തി 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 ഉറക്കി. അതിനുശേഷം കുംഭകം ചെയ്ത് അച്ഛന്റെ എല്ലാ ജീവനും മോളി വരെ എത്തി. അപ്പോൾ അച്ഛന്റെ മുഖത്തുണ്ടായ ഒരു തേജസ് അതാരും കാണാൻ പാടില്ല, നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അച്ഛനെ സമാധിയാക്കി കോൺക്രീറ്റ് ഇട്ട് മൂടി. ഇത് മനസ്സിലാവാത്ത നാട്ടുകാരെ തെണ്ടികൾ പറയുന്നു ഞങ്ങൾ അച്ഛനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഗ്രാമവാസി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല ഊക്ക്, സ്വപ്നങ്ങൾ മാത്രം. ഒരു ഡോക്ടറെ കണ്ടൊന്ന് ഉറപ്പുവരുത്താമായിരുന്നു. അതെന്താ വേണ്ടെന്ന് വെച്ചതമ്മ? ഈ ഡോക്ടർക്ക് സ്വാമി നമശിവായ, ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടാ. അതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് നമ്മൾ ഉണ്ടാക്കല്ലേ. കൈലാസനാഥന്റെ അത്രയും പവർ വേറെ ആർക്കും ഇല്ല മോനെ. ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി. അപ്പം മോൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസങ്ങളെല്ലാം എടുത്തെടുത്തെടുത്ത് ഈ ചമ്മനം കൂട്ടിയിരിക്കുന്ന വാക്ക് എന്റെ ഭർത്താവ് ധ്യാനത്തിന് ഇരിക്കുമ്പോഴേ ഞാൻ ഒരുപാട് ജ്ഞാനം ശ്രമിക്കുന്നുണ്ട്. എനിക്കും കുറെയൊക്കെ ധ്യാനങ്ങളൊക്കെ അറിയാം. ഞാനും ഇരിക്കും, എന്റെ പോറ്റി ഇരിക്കും, എന്റെ കമ്പനി പോണ മോ ഇരിക്കും. ലാസ്റ്റ് സമാധി ഇരിക്കും, എന്നിട്ട് അതിന്റെ പുറത്ത് വെളുക്കിയിരിക്കും. തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി. നിന്നെ അള്ളാഹു വെറുതെ വിടില്ല. 100% ഒപ്പിട്ട് തരാൻ ഞാൻ. നിന്റെ ഒരു ഡാൻസ് ഏത് മോന്റെ ആ വിശ്വാസത്തിന്റെ ആ ഒരു പവർ നോക്ക്. ഹക്കീം മോനെ, നിന്റെ ആ ഒരു നിലവാരം, നിന്റെ ആ ഒരു വിശ്വാസത അള്ളാഹു കാണാതിരിക്കത്തില്ല മോനെ. ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അവൻ ഇട്ടാണ് കമന്റാണ്. കഷ്ടം. ഈലിംഗ് ടെമ്പിൾ ലണ്ടൻ. ബൈ ബൈ ബ്രിട്ടൻ. ബ്രിട്ടനിലൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ബ്രിട്ടനും ഇവന്മാര് കുട്ടിച്ചോറാകും. നമുക്കറിയാം ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയും വെടിപ്പുള്ള സ്ഥലങ്ങളൊക്കെയാണ് ബ്രിട്ടൻ. അവിടെ യുവന്മാർ മെഴുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കൾച്ചർ, നമ്മുടെ ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, സംസ്കാരം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തി. ഞാൻ ബർസാനയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. മോളെ കണ്ടു നോക്ക്, ദുനിയാവിലുള്ള എല്ലാ പെൺകുട്ടികളും തേപ്പാണെന്ന് പറയുന്ന ബോയ്സിന് വേണ്ടിയാണേ. വേറെ ലെവൽ. ബോയ്സിന് വേണ്ടിയാണോ? ബോയ്സിന് വേണ്ടിയാണേ. ബോയ്സിന് വേണ്ടിയാണോ? വേറെ ലെവലല്ലേ രാധ. കണ്ടു നോക്കുമുത്തേ. ഇനി എന്നതാ? ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല. സമാധാനമായില്ലേ പറയിപ്പിച്ചപ്പോ? ചതിച്ചതാ. മോള് കൺമഷിയൊക്കെ എഴുതിയിട്ടാണോ വീഡിയോ റിയാക്ഷനിലേക്ക് വന്നത്? ഇത് മുംബൈയിൽ നടന്നൊരു സംഭവമാണ്. ഹിന്ദുക്കൾ ഭക്ഷണം കൊടുക്കുവാണ് ആൾക്കാർക്ക്. മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. എന്തൊരവസ്ഥയല്ലേ. ഇത് കണ്ടിട്ട് മുസ്ലിംസ് എന്ത് ചെയ്തെന്ന് അറിയാവോ? ഹിന്ദുക്കൾക്ക് മുസ്ലിംസിനും ആ ഒരു ജാതി എന്താണെന്നോ പേരെന്താണോ ഒന്നും ചോദിക്കാണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇതല്ലേ ശരിക്കും മതസൗഹാർദ്ദം. ശരൺ ഭായ് ബിന്ദാസ് ഖാओ.
हाँ ड्राइव है, ले जाओ, टेंशन मत लो। എൻ്റെ ഈ മതസൗഹാർദ്ദ ഊക്ക് കാണുന്നവർക്കറിയാം, നമ്മളെല്ലാവരെയും പരിഗണിച്ചിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഊക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ കൂടിയും കുറഞ്ഞും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ടാലിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ റിമൂവ് ആയി പോവുകയാണെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് വെറുതെ ആയി പോവുമല്ലോ എന്നോർത്തിട്ടാണ്. അപ്പോൾ ബൈ ഫോർ നൗ.